നമസ്കാരം കുഞ്ഞുങ്ങളെ. ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു അല്ലേ? ഓണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചോ? യാത്രകളൊക്കെ പോയവരൊക്കെ കാണുമല്ലേ? നമ്മുടെ സദ്യയൊക്കെ നന്നായി ആസ്വദിച്ച് എല്ലാവരും കഴിച്ചു കാണുമല്ലേ? നമുക്കിന്ന് പഠിക്കാൻ പോകുന്ന ഒരു പാഠം ICSE സിലബസിലെ 8th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്ററാണ്, ആരോഗ്യവും അധ്വാനവും. നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത് നമ്മുടെ ആഹാര രീതിയും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും ഒക്കെ ആണ്. നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് വായിക്കാം. മാംസാഹാരങ്ങളും കൊഴുപ്പ് ധാരാളം കലർന്ന ബേക്കറി നിർമ്മിത ഭക്ഷണ വസ്തുക്കളും മൃഷ്ടാനം കഴിക്കുന്ന ഒരു ശീലമാണ് ഇന്ന് മലയാളികൾക്കുള്ളത്. ഇത്തരം ഭക്ഷണം കഴിച്ച് മെയ് അനങ്ങാതെ പുലരുന്ന ഒരു ജീവിതശൈലിയാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഈ ജീവിത രീതി മലയാളികളെ ജീവിതശൈലീ രോഗങ്ങൾക്ക് അടിമകളാക്കിയിരിക്കുന്നുവെന്നതിന് തർക്കമില്ല. പാടത്തും പറമ്പിലും കൃഷി ജീവിതോപാധിയാക്കിയിരുന്ന പൂർവികർക്ക് ഇന്നുള്ളത്ര ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. മലയാളിയുടെ ഓരോ ദിവസവും മൊത്തമായും ചില്ലറയായും യന്ത്രങ്ങൾ കീഴ്പ്പെടുത്തിയതും രോഗങ്ങളുടെ വർധനവിന് കാരണമായി. ഇന്നത്തെ ഭക്ഷണക്രമവും ജീവിത രീതിയുമാണ് മലയാളി ഇന്ന് അനുഭവിക്കുന്ന മിക്ക രോഗങ്ങൾക്കും കാരണം. നമ്മുടെ പൂർവികർ കഠിനാധ്വാനികളായിരുന്നു എന്നതിൻ്റെ നിദർശനമാണ് ഈ ശൈലി. എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം. ഈ ശൈലി ഭക്ഷണപ്രിയത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഓരോ വ്യക്തിക്കും ഭക്ഷണം എങ്ങനെ പ്രിയമാകണമെന്നാണ് ശൈലിയിലൂടെ വ്യക്തമാക്കുന്നത്. കഠിനമായി അധ്വാനിക്കുന്നവർക്ക് മാത്രമേ നന്നായി ഭക്ഷിക്കുവാൻ അവകാശമുള്ളൂ എന്ന സാമൂഹ്യ സത്യം കൂടി അവർ ഈ ശൈലിയിലൂടെ വിളിച്ചു പറയുന്നു. മരച്ചീനി, കാച്ചിൽ, ചേന, ചക്ക, ചേമ്പ് തുടങ്ങി അന്നജപ്രധാനമായ ഭക്ഷണമായിരുന്നു അന്ന് മുഖ്യം. ഇന്ന് മലയാളി കൊളസ്ട്രോളിനെ ഭയന്ന് അടുക്കളയിൽ നിന്ന് വെളിയിലാക്കിയ വെളിച്ചെണ്ണ നന്നായി താളിച്ചാണ് അന്ന് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. ആ ഭക്ഷണം കഴിച്ച അന്നത്തെ ജനത ആരോഗ്യ ദൃഢഗാത്രരായിരുന്നു. ബാങ്ക് നിക്ഷേപത്തിലുപരി ആരോഗ്യമായിരുന്നു അന്നത്തെ ജനതയുടെ പ്രധാന കൈമുതൽ. അക്കാലത്തുള്ളവർ നല്ലതുപോലെ ഭക്ഷണം കഴിക്കും, നന്നായി അധ്വാനിക്കും. അതിനാൽ ശരീരത്തിന്റെ സന്ധിബന്ധങ്ങളിലോ മറ്റു ഭാഗങ്ങളിലോ കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള ഒരു സാഹചര്യവും അന്നുണ്ടായിരുന്നില്ലെന്നതാണ് വസ്തുത. ആരോഗ്യപൂർണമായ ജീവിതത്തിന് 2 ഘടകങ്ങൾ പരമപ്രധാനമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്നു: വിഷം കലരാത്ത ഭക്ഷണവും കഠിനമായ അധ്വാനവും. ആരോഗ്യ പരിരക്ഷയ്ക്കായി മലയാളി മണിക്കൂറുകളോളം നടക്കുകയാണ്. വ്യായാമത്തിനായി നടക്കാൻ വേണ്ടിയുള്ള നടപ്പ്. അത്രയെങ്കിലും മെയ് അനങ്ങുന്നതും പുറത്തെ അന്തരീക്ഷത്തിൽ ഇടപഴകുന്നതും നല്ലത് തന്നെ. നടത്തം കായകൽപ്പ ചികിത്സ പോലെ ശരീരത്തിന് ഗുണപ്രദമാണ് താനും. എന്നാൽ നടന്നു കഴിഞ്ഞ് വീട്ടിൽ പ്രഭാത ഭക്ഷണത്തിനിരിക്കുന്ന മലയാളി വാരി വിഴുങ്ങുന്നത് അന്യനാട്ടുകാർ ഇവിടെ എത്തിച്ച വിഷലിപ്തമായ പദാർത്ഥങ്ങൾ. ദിനംതോറും വാർത്താ മാധ്യമങ്ങൾ കാണുമ്പോഴാണ് മലയാളി ഭക്ഷിക്കുന്ന പച്ചക്കറികളിലും പൊടിവർഗ്ഗങ്ങളിലും കടന്നുകൂടിയിരിക്കുന്ന മാരകമായ രാസവസ്തുക്കളെക്കുറിച്ച് നാം ബോധവാന്മാരാകുന്നത്. കുറച്ച് ദിവസത്തേക്ക് മലയാളി ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിവെക്കും, പിന്നെയും പഴയതുപോലെ ആവുകയും ചെയ്യും. മൺവെട്ടിയെടുത്ത് ഒരു മൂട് തെങ്ങിൻ്റെ തടം തുറക്കുമ്പോഴും കുഴിയെടുത്ത് ഒരു വാഴവിത്ത് നടുമ്പോഴും പയറ്, പാവൽ, വെണ്ട തുടങ്ങി അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ നട്ടു നനച്ച് വളർത്തുമ്പോഴും ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായ ഊർജവും ആഹ്ലാദവുമാണ് ആരോഗ്യത്തിന് മുതൽക്കൂട്ട്. ഇങ്ങനെയുള്ള ചെറിയ അധ്വാനം മലയാളിയുടെ ആരോഗ്യാവസ്ഥയെ വളർത്തും. ഭക്ഷണത്തിൻ്റെ വിഷം കുറയുകയും ആശുപത്രിവാസത്തിന് തെല്ല് വിരാമം വരികയും ചെയ്യും. ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുകയും അധ്വാനം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് ശരീരം ചീർത്ത് വീർത്ത് കാലുകൾക്ക് ഭാരം താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് മലയാളി. ഇതിൽ നിന്നുള്ള മോചനം ഒന്നുകൊണ്ട് മാത്രം: അധ്വാനം എന്ന മരുന്നുകൊണ്ട് മാത്രം. മാറിയ ഭക്ഷണക്രമം നമ്മുടെ ആരോഗ്യത്തെ നന്നായി ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നന്നേ ചെറിയ കുട്ടികൾ പോലും ദുർമേധസ്സുള്ളവരായി മാറുന്നു. വർദ്ധിച്ചു വരുന്ന രോഗങ്ങളും രോഗസാധ്യതകളും കേരളീയരെ പരിഭ്രമിപ്പിച്ചിട്ടുണ്ട്. ചില തിരിച്ചറിവുകൾ ഉണർന്നു ചിന്തിക്കുവാൻ മലയാളികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്നാണ് പ്രമാണം. ജൈവ രീതിയിൽ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾ വാങ്ങി ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന തിരിച്ചറിവും വന്നിരിക്കുന്നു. വീട്ടുവളപ്പിൽ എന്തെങ്കിലും നട്ടു നനച്ച് വളർത്തണമെന്ന തോന്നൽ ആശാവഹം തന്നെ. അധ്വാനം കൊണ്ട് മാത്രമേ തനിക്കും നാടിനും പുരോഗതി ഉണ്ടാകൂ എന്ന ചിന്ത മലയാളികളിൽ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ആരോഗ്യം, കഠിനമായ അധ്വാനം, നല്ല ഭക്ഷണം, സുസ്ഥിര ജീവിതം, ഇതായിരിക്കണം മലയാളിയുടെ ഇനിയത്തെ മുദ്രാവാക്യം. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം. ഇതിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, എങ്ങനെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നു, എങ്ങനെ നമ്മുടെ ജീവിത രീതി എങ്ങനെ മാറിയിരിക്കുന്നു എന്നൊക്കെ
ഇതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പോംവഴി എന്നെല്ലാം ഈ പാഠത്തിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പാഠം എല്ലാവരും നന്നായിട്ട് വായിക്കുക. ഇനി നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം. അർത്ഥം കണ്ടെത്തി എഴുതുക. നിദർശനം, തെളിവ്. വിഷലിപ്തം, വിഷം കലർന്നത്. ജൈവം, വിഷം കലരാത്തത്. മെയ്യ്, ശരീരം. എതിർപദം എഴുതുക. പുരോഗതി, അധോഗതി. ആരോഗ്യം, അനാരോഗ്യം. കഠിനം, മൃദുലം. പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കുക. തെല്ലിട, തെല്ല് പ്ലസ് ഇട, ലോപസന്ധി. വെളിയിലാക്കുക, വെളിയിൽ പ്ലസ് ആക്കുക, ആഗമസന്ധി. മാരകമായ, മാരകം പ്ലസ് ആയ, ആഗമസന്ധി. ജീവിതോപാധി, ജീവിതം പ്ലസ് ഉപാധി, ആഗമസന്ധി. അടുത്തത് വിഗ്രഹിക്കുക. കഠിനാധ്വാനം, കഠിനമായ അധ്വാനം. മാംസാഹാരം, മാംസമാകുന്ന ആഹാരം. ബാങ്ക് നിക്ഷേപം, ബാങ്കിലെ നിക്ഷേപം. പ്രഭാത ഭക്ഷണം, പ്രഭാതത്തിലെ ഭക്ഷണം. അടുത്തത് വാക്യത്തിൽ പ്രയോഗിക്കുക. ജീവിതശൈലി, നമ്മുടെ ജീവിതശൈലി ആരോഗ്യകരമായിരിക്കണം. വെളിയിലാക്കുക, അധ്യാപകൻ കുട്ടിയെ ക്ലാസ്സിൽ നിന്നും വെളിയിലാക്കി. ഇടപഴകുക, മണ്ണിനോട് ഇടപഴകി ജീവിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കും. മെയ് അനങ്ങുക, മെയ് അനങ്ങിയുള്ള അധ്വാനം കൊണ്ട് മാത്രമേ നാടിന് പുരോഗതി ഉണ്ടാവൂ. അടുത്തത് ആശയം വ്യക്തമാക്കുക. കണ്ടറിയാത്തവൻ കൊണ്ടറിയും. ഇതൊരു പഴഞ്ചൊല്ലാണ്. ഒരു കാര്യം കണ്ടിട്ട് അതിൻ്റെ ദോഷ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അതിനെ വകവയ്ക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, കണ്ടറിയാത്തവൻ കൊണ്ടറിയും. അതിനെ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആൾക്ക് അത് അനുഭവിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അനുഭവിച്ചാൽ മാത്രമേ അവനതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്നുള്ള പഴഞ്ചൊല്ല്. അടുത്തത് അത്താഴമുണ്ടാൽ അരക്കാതം നടക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള എക്സസൈസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്ന് മലയാളികൾക്ക് ശീലമില്ലാത്ത ഒരു രീതിയാണിത്. പണ്ട് കാലത്ത് ആളുകൾ പറഞ്ഞിരുന്ന ഒരു ചൊല്ലാണിത്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോയി കിടന്നുറങ്ങുകയല്ല ചെയ്യേണ്ടത്. കുറച്ച് സമയം നമ്മൾ ഫുഡിനെ ഒന്ന് ദഹിക്കാനായിട്ട് നമ്മളൊരു ടൈം കൊടുക്കണം. പുറത്ത് കുറച്ച് സമയം ഉലാത്തുകയോ കുറച്ച് നേരം സംഭാഷണത്തിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യാം. അതിന് പറയുന്നൊരു ചൊല്ലാണ്. നമ്മൾ അത്താഴം ഉണ്ട് കഴിഞ്ഞാൽ ഉടനെ കിടന്നുറങ്ങുക എന്നുള്ളൊരു രീതി മാറ്റി അത്താഴം ഉണ്ട് കഴിഞ്ഞാൽ അരക്കാതെ നടക്കുന്നതിന് കുറച്ച് ദൂരം നടക്കണം, കുറച്ച് നടക്കണം എന്നാണ് പണ്ട് ഉള്ള പഴമക്കാർ പറഞ്ഞിരുന്നത്. അടുത്തത് കണ്ടെത്താം, എഴുതാം. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ജീവിതശൈലി എന്ത്? മാംസാഹാരങ്ങളും ബേക്കറി ഭക്ഷണവും യഥേഷ്ടം കഴിക്കുന്ന ശീലമാണ് ഇന്ന് മലയാളികൾക്കുള്ളത്. അനാരോഗ്യകരമായ ഭക്ഷണത്തോടുള്ള ഇഷ്ടം ഇന്ന് കൂടി വരികയാണ്. വ്യായാമം കുറഞ്ഞ് ജോലി ചെയ്യാൻ ആളുകൾക്ക് മടിയായി തീർന്നിരിക്കുന്നു. അനാരോഗ്യം സമ്മാനിക്കുന്ന ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് മെയ് അനങ്ങാതിരിക്കുന്നതാണ് ഇന്ന് നിലനിൽക്കുന്ന ജീവിത രീതി. അടുത്തത് മലയാളി ഇന്ന് അനുഭവിക്കുന്ന മിക്ക രോഗങ്ങൾക്കും കാരണമെന്ത്? പാടത്തും പറമ്പിലും കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികർ. എന്നാൽ ഇന്ന് അത്തരം ജോലികളെല്ലാം യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ വീട്ടുജോലികൾ മിക്കതും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അത് മനുഷ്യരുടെ ജീവിതഭാരം കുറയ്ക്കുകയും രോഗങ്ങളുടെ വർധനവിന് കാരണമായി തീരുകയും ചെയ്തു. ഇന്നത്തെ ഭക്ഷണ രീതിയും അധ്വാനമില്ലായ്മയുമാണ് മലയാളികൾ ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങൾക്കെല്ലാം കാരണം. അടുത്തത് ആരോഗ്യപൂർണമായ ജീവിതം തുടരാൻ എന്താണ് വേണ്ടത്? ആരോഗ്യപൂർണമായ ജീവിതത്തിനാവശ്യമായ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വിഷം കലരാത്ത ഭക്ഷണവും കഠിനാധ്വാനവും. പച്ചക്കറികളും മറ്റും സ്വന്തം പറമ്പിൽ തന്നെ നട്ട് നനച്ച് വളർത്തുന്നതിലൂടെ വിഷമില്ലാത്ത പച്ചക്കറികൾ ലഭിക്കും. കൂടാതെ ശാരീരികവും മാനസികവുമായ ഊർജവും ആഹ്ലാദവും ലഭിക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനെക്കുറിച്ചാണ് മലയാളി ബോധവാനാകേണ്ടത്? ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി വ്യായാമം ചെയ്തതിന് ശേഷം
നാം കഴിക്കുന്ന ഭക്ഷണം വിഷരഹിതമാണ് എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. പച്ചക്കറികളിലെയും പൊടിവർഗ്ഗങ്ങളിലെയും രാസവസ്തുക്കളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ആരോഗ്യത്തിന് മുതൽക്കൂട്ടാവുന്നതെന്ത്? നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ നട്ട് നനച്ച് വളർത്തുമ്പോൾ ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായ ഊർജവും ആഹ്ലാദവുമാണ് ആരോഗ്യത്തിന് മുതൽക്കൂട്ടായി തീരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളിക്ക് എന്തിൽ നിന്നാണ് മോചനം വേണ്ടത്? ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുകയും അധ്വാനം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് ശരീരം രോഗാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നാണ് മലയാളിക്ക് ഒരു മോചനം ആവശ്യമായിട്ടുള്ളത്. എന്തായിരിക്കണം മലയാളികളുടെ മുദ്രാവാക്യം? നല്ല ആരോഗ്യം, കഠിനമായ അധ്വാനം, നല്ല ഭക്ഷണം, സുസ്ഥിര ജീവിതം. ഇതായിരിക്കണം മലയാളിയുടെ മുദ്രാവാക്യം. അടുത്ത ക്വസ്റ്റ്യൻ, നിരീക്ഷണക്കുറിപ്പ് എഴുതുക. ആരോഗ്യവും അധ്വാനവും എന്ന പാഠം പഠിച്ചല്ലോ. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ലഘുക്കുറിപ്പായി എഴുതുക. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് പാഠം വായിച്ചതിന് ശേഷം നിങ്ങളുടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് എഴുതുക. അടുത്ത് ഒരു ഖണ്ഡികയിൽ എഴുതുക. ജീവിതശൈലി രോഗങ്ങൾ. എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് കണ്ടെത്തി നിങ്ങൾക്ക് എഴുതാം. അതെങ്ങനെ ഉണ്ടാകുന്നു എന്നെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് വിശദമായിട്ട് എഴുതാം. ഉപന്യാസം തയ്യാറാക്കാം. മലയാളി മറന്നുകൂടാത്ത ജീവിത രീതികൾ. ഇതും നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് മലയാളികൾക്ക് ജീവിതത്തിൽ മറന്നുകൂടാത്ത ജീവിത രീതികൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരുന്നു മലയാളികളുടെ ജീവിതം, ഇപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അതിനകത്ത് വിശദമായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു പാഠം ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് നന്നായിട്ട് പഠിക്കുക. പുതിയൊരു ടീമിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കണം. താങ്ക് യു.